ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും മിനീസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫാമിലിയുടെ കൂടെ തന്നെ ആയിട്ടുണ്ട്. അപ്പം അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് ഞാനും മക്കളൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളിന്ന് ബിരിയാണി വെക്കുന്നത്. ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണിത്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനിലേക്ക് നമ്മൾ 2 സ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി ചെറുനാരങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ വയ്ക്കുക ഒരു പാത്രത്തിൽ. അതിലേക്ക് നമ്മൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യണില്ല, ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമ്മൾ ബിരിയാണിക്ക് മസാല റെഡിയാക്കുമ്പോൾ എപ്പോഴും ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കാൻ ഏറ്റവും നന്നായിട്ടുണ്ടാവുക. അതിപ്പം മീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോഴാണ് കറക്റ്റ് ആ ബിരിയാണിക്ക് ടേസ്റ്റ് വരുള്ളൂ. ഇപ്പോൾ ഒരു ഷാലോ ഫ്രൈ ആയപ്പോൾ നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടത്. ഈ പാത്രത്തിൽ തന്നെ നമ്മൾ ബിരിയാണിക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ചെമ്മീൻ കോരിയതിന് ശേഷം നമ്മളിതിൽ വീണ്ടും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യാറ്. ഇതിലേക്ക് 2 സവാള അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ചു വെക്കുക. നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ചിലപ്പം പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഏതായാലും സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. സവാള ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിലൊന്ന് ചതച്ചെടുത്തിരുന്നു, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഇഞ്ചിൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറിയിട്ട് നമ്മളിതിലേക്ക് 2 തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തൊന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ തക്കാളി ഇതിൽ മിക്സിയിൽ അടിച്ചിട്ടാണ് ചേർക്കുന്നത്. തക്കാളി അടിക്കുന്ന സമയത്ത് ഞാൻ സവാള വഴറ്റിന്ന് 1 സ്പൂണും കൂടെ സവാള ചേർത്തിട്ടാണ് തക്കാളി അടിച്ചത്. അപ്പം ഞാനല്ല ഉമ്മ. അപ്പം അങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മളെ ബിരിയാണിക്ക്. അപ്പോൾ നിങ്ങളും ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളി അടിക്കുമ്പം ഈ മസാലൻ്റെ ഇതിൽ നിന്ന് 1 സ്പൂൺ സവാളയും കൂടെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഉമ്മ ഇവിടെ വിറകടുപ്പിൽ ചോറിനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ സ്പൈസസും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒരു പാകത്തിലെത്തിയപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി പൊടിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ ഒരു ചെറുനാരങ്ങൻ്റെ നീര് മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ചെറുനാരങ്ങ ഫുള്ള് എടുത്തിരുന്നു. കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണിത്. ഇതും കൂടെ ചേർത്തിട്ട് മസാല നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വീണ്ടും ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കാനൊന്നുമില്ല, അതൊക്കെ ഓൾറെഡി വന്നതാണ്. പക്ഷെ ആ ചെമ്മീൻ ആ മസാലയായിട്ടൊന്ന് മിക്സ് ആവണം. എന്നിട്ട് ഇതിലേക്ക് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ അരച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ ഞാൻ ഒന്നും ചേർക്കാതെ, ഒരു ഉള്ളിയോ ജീരകമോ ഒന്നും ചേർക്കാതെ പ്ലെയിനായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ എണ്ണ തെളിയണ സമയത്താണ് നമ്മളിതിൽ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് വീണ്ടും നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റിയിട്ട് നമ്മൾ മസാലേൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിരുന്നു നമ്മൾ മസാലേൻ്റെ കൂട്ടത്തിൽ. എന്നിട്ട് നമ്മൾ വെന്ത് വന്നിട്ടുള്ള ചോറ് മുഴുവൻ ഇതിൻ്റെ മുകളിലിട്ടിട്ട് ദം ചെയ്യാൻ പോവുകയാണ്.
ചോറ് വേവിക്കുന്ന സമയത്ത് അതിലൊരു ചെറുനാരങ്ങയുടെ തൂടിട്ടിരുന്നു. നമ്മളെ ചോറിന് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാ ചോറ് മുഴുവനും ഞാൻ മസാലൻ്റെ മുകളിൽ ലെവൽ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 2 സ്പൂൺ ഗരം മസാലപ്പൊടിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ചില ആൾക്കാർ സവാള പൊരിച്ചത് അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർക്കുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിന് മുകളിൽ നമ്മൾ കുറച്ച് ഓയിലും അതുപോലെ നെയ്യും കൂടെ മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ദം ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ സെർവ് ചെയ്യാൻ പോണത്. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ചോറ് കഴിക്കാനായപ്പം ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. ആദ്യം ചോറിട്ടതിന് ശേഷം നമ്മളിതിന് മുകളിൽ മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇന്നത്തെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉമ്മാൻ്റെ വേറൊരു സ്പെഷ്യലും കൂടിയാണ് ഈ ബിരിയാണി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ബായ്.